മൂന്നാം പിണറായി സർക്കാർ സംഭവിക്കില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് കെ സുധാകരൻ പറയുകയാണ്. തീർച്ചയായിട്ടും കെ സുധാകരൻ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരവും അഭിപ്രായവുമാണത്. അത് അദ്ദേഹത്തിലൂടെ വന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു തുടർ ഭരണം കേരളത്തിൻ്റെ വികസനത്തിന് അനിവാര്യമാണ്. ഇപ്പം ഞാൻ പറയാം, നമ്മുടെ ഈ അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ പാപ്പിനിശ്ശേരി പഞ്ചായത്തും നാറാത്ത് പഞ്ചായത്തും കൂടി ബന്ധിപ്പിക്കുന്നതാണ് കല്ലൂരിക്കടവ് പാലം. ഞാൻ പണ്ട് കല്ലൂരിക്കടവ് കടന്നിട്ടാണ് ഈ നാറാത്തേക്ക് പോകാറ്. ആ കടവിനൊരു പാലം അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് പൂർത്തിയാകണമെങ്കിൽ സുമേഷ് വേണ്ടേ? പുതിയ പദ്ധതികൾ, നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകൾ പൂർത്തീകരിക്കണം. നമ്മൾ ഗെയിൽ പൈപ്പ് ലൈൻ കൂടാളിയാണ് അതിൻ്റെ 100 സീറ്റ് കിട്ടുമെന്ന് വി ഡി സതീശനൊക്കെ പറയുമ്പോഴാണ് കെ സുധാകരൻ ഇങ്ങനെ അത് ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ പറയുന്നത്. അതെ, അത് മറ്റേ അദ്ദേഹം ഏതോ ഒരു ലോകത്താണ്. ഇദ്ദേഹം ഇപ്പോൾ ജനങ്ങൾക്കിടയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ അത് വി ഡി സതീശൻ കേട്ട് സുധാകരനെ ഉറപ്പിക്കുമെന്നറിയില്ല. ഏതായാലും അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ, നാടിനെ നിരീക്ഷിക്കുന്നവർക്ക്, ജനങ്ങൾക്കിടയിലുള്ളവർക്ക് അതേ പറയാൻ കഴിയും. ടി കെ ഗോവിന്ദനെതിരെ വലിയ രീതിയിൽ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല, ഒരു അവസരവാദി എന്നുള്ള രീതിയിലൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ വരികയാണ്. അത് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു വിമർശനം? അത് സ്വാഭാവികമായി ഉണ്ടാകും. ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ അതിനകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം കെ സുധാകരൻ ഇന്നലെ കണ്ടു, ത്രിവർണ്ണ ഷാളൊക്കെ ഏറ്റുവാങ്ങി ടി കെ ഗോവിന്ദൻ. ഞാനത് കണ്ടു. ഞാനത് ടെലിവിഷൻ ചാനലിൽ ഞാനത് കണ്ടു. വളരെ ദൗർഭാഗ്യകരമായി പോയി. ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇത് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. സംഭവിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഭാവിയിൽ അത് അനുഭവിക്കാൻ വേണ്ടി പോകുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയും. ഒരു കോൺഗ്രസ്സുകാരനായി മാറുന്ന ടി കെ ഗോവിന്ദൻ കോൺഗ്രസ്സുകാരനാണെന്നല്ല ഞാൻ. ഇന്ന് ഇന്ത്യയിൽ, കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ മറ്റേത് ഇടതുപക്ഷ പാർട്ടിയുണ്ട്? ഇടതുപക്ഷ പ്രസ്ഥാനം ദുർബലപ്പെട്ട് കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ പ്രശ്നമാണ്. ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കാരണം എന്താ? ഇന്ത്യയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനക്കുറവ്, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ എംപിമാരുടെ അംഗസംഖ്യ കുറഞ്ഞത് ഇന്ത്യ നേരിടുന്ന വലിയ പ്രശ്നമാണ്. ലോകം നേരിടുന്ന പ്രശ്നം, സോവിയറ്റ് യൂണിയൻ തകർന്നതാണ്. അല്ലെങ്കിൽ ഇന്ന് ഈ യുദ്ധമുണ്ടാകുമോ? അമേരിക്കയ്ക്ക് ഈ ആക്രമണം നടത്താൻ സാധിക്കുമോ? ഇറാനെ ആക്രമിക്കാൻ കഴിയുമായിരുന്നു? സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലാൻ കഴിയുമായിരുന്നു? സോഷ്യലിസത്തിന് വന്ന തിരിച്ചടിയാണ്. ആ തിരിച്ചടി മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷം എവിടെ ദുർബലപ്പെട്ടാലും അത് ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു മഹാ ആപത്തായിരിക്കും. കെ സുധാകരന് സീറ്റ് കൊടുക്കാത്തത് ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അതെല്ലാം അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ഒരാളുടെ മാത്രമല്ലല്ലോ. ഇപ്പം എത്രയാളുടെ പ്രശ്നങ്ങളാണ്. കണ്ണൂരിൽ അവസാന വാക്ക് കെ സുധാകരൻ എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷെ അതൊന്നും അല്ല എന്ന് തെളിഞ്ഞില്ലേ? അത് ഇപ്പം വന്നപ്പോൾ സുധാകരൻ ഞാൻ മത്സരിക്കും, സ്ഥാനാർത്ഥിയാവും, ഞാൻ നോമിനേഷൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ കാണുമ്പോൾ അദ്ദേഹം നേരെ തിരിച്ചു വന്നിരിക്കുകയാണ്. നല്ലത് ആയി. കോൺഗ്രസിൽ ഇപ്പോൾ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ എത്തിയോ? അതൊക്കെ ഭാവി തെളിയിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളല്ലേ. ഇപ്പം ഞങ്ങൾ പറഞ്ഞതുകൊണ്ടാവേണ്ടതല്ലല്ലോ. അതെല്ലാം ഭാവി തെളിയിക്കും.